തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെങ്കോട്ടുകോണം സ്വദേശിനി ജി സരിതയ്ക്കാണ് പൊള്ളലേറ്റത്. വാക്കുതർക്കത്തിനിടെ ബിനു കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തൊഴിച്ച് കത്തിക്കുകയായിരുന്നു. സുനിഷ അയ്യലൂരിന്റെ വിവരങ്ങളുമായി. സുനിഷ, എന്താണ് സംഭവിച്ചത്? ഈ യുവതിയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ശ്രുതി, ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് ബിനു എന്ന യുവതിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. ഈ ചെങ്കോട്ടുകോണം മേലേക്കുണ്ടത്ത് താമസിക്കുന്ന സരിതയുടെ വീട്ടിൽ ഒരു 8 മണിയോടെ ബിനു എത്തുകയും പിന്നാലെ തന്നെ ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്ത് ബിനു ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുവർക്കും ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. പൗടിക്കോണം ചെല്ലമംഗലം സ്വദേശിയായ ബിനുവും ചെങ്കോട്ടുകോണം സ്വദേശിനി ജി സരിതയുമാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഈ ബിനു കന്നാസിൽ ഒരു 5 ലിറ്ററോളം പെട്രോളുമായിട്ടായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീ കത്തിച്ചപ്പോൾ ഇയാളുടെ ദേഹത്തേക്കും തീ പടർന്നു. പിന്നാലെ തന്നെ ബിനു വീട്ടിന് പിന്നിലെ കിണറ്റിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ യുവതിയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ പൊള്ളലേറ്റിരിക്കുന്ന യുവതിയെ സരിതയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 60% പൊള്ളലേറ്റ അതീവ ഗുരുതരാവസ്ഥയിലാണ് സരിത ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. കഴക്കൂട്ടത്തു നിന്നും എത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങി ബിനുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇയാൾക്കും 50% പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ പോത്തൻകോട് പോലീസ് വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മുളകുപൊടിയും അടക്കമുള്ള സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ എന്താണ് ഈ തീ കൊളുത്താനുണ്ടായ സാഹചര്യമെന്നോ അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഏതായാലും ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രുതി, സുനിഷ, അതായത് കരുതിക്കൂട്ടി തന്നെയാണ് ഇങ്ങനൊരു ആക്രമണം നടത്തുവാൻ പദ്ധതി ഇട്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഒപ്പം എന്താണ് ഇവരുടെ വാക്കുതർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. തീർച്ചയായും ശ്രുതി, ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്കാര്യത്തിൽ മുൻകൂട്ടി ഒരു ധാരണ പ്രകാരം വന്നത് തന്നെ ആയിരിക്കാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കൃത്യമായി ഇയാളുടെ സ്കൂട്ടറിൽ നിന്നും ഞാൻ സൂചിപ്പിച്ചതുപോലെ വെട്ടുകത്തിയും മുളകുപൊടിയും അടക്കം കണ്ടെടുത്തിരുന്നു. പിന്നാലെ തന്നെ 5 ലിറ്ററോളം പെട്രോളുമായിട്ടാണ് കന്നാസിൽ ഒരു 5 ലിറ്ററോളം പെട്രോൾ കരുതിയാണ് ഈ ബിനു ഈ സുഹൃത്തിന് വീട്ടിലേക്ക് എത്തിയത് എന്നൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനായി എത്തിയത് തന്നെയാണോ, അല്ലെങ്കിൽ എന്താണ് വാക്കുതർക്കത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്നതിലടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇപ്പോൾ ബിനുവിനും 50% പൊള്ളലേറ്റൊരു സാഹചര്യത്തിൽ ഏതായാലും ഈ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് പിന്നാലെയായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. നിലവിൽ ഏതായാലും പോലീസിന്റെ നിഗമന പ്രകാരം തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്നാണ് ഈ സംഭവം ഈ അക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനുള്ള കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല.